മന്തിൽ GST റിട്ടേൺ ഫയൽ ചെയ്യാൻ എടുക്കേണ്ട റിപ്പോർട്ടുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ആദ്യം സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ, ടാക്സ് റിപ്പോർട്ടിൽ സെയിൽ ടാക്സ് റിപ്പോർട്ട് സമ്മറി സെലക്ട് ചെയ്യുക. അതിൽ റിപ്പോർട്ട് ടൈപ്പ് എന്ന കോളത്തിൽ എല്ലാ മാസവും ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മന്തിൽ സെലക്ട് ചെയ്യുക. അതല്ല 3 മാസം കൂടുമ്പം ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ പീരീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ നമുക്കിവിടെ ഡേറ്റ് ഫ്രം ടൂവും ആ ഒരു പീരീഡ് കൊടുക്കാം. അതിനുശേഷം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഇനി നോർമലി നമുക്ക് മന്ത്ലി സെലക്ട് ചെയ്യാം. ഇനി ഈ കാണുന്ന ഓപ്ഷൻ ഓള് നമുക്ക് B2B അല്ലെങ്കിൽ B2C മാത്രം ഏതെങ്കിലും ഒരു ടൈപ്പ് ബിസിനസ് മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ ഓൾ സെലക്ട് ചെയ്യുക. ഇനി ഇതല്ല B2Bയും B2Cയും സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലാദ്യം B2B സെലക്ട് ചെയ്യുക. ദെൻ അവിടെ ഏത് മാസമാണോ അത് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ബിൽ സമ്മറി സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ B2Bയുടെ റിപ്പോർട്ട് ജനറേറ്റഡ് ഉണ്ടാവും. ഈ റിപ്പോർട്ട് നമുക്ക് എക്സലിലേക്ക് മാറ്റാം. അതിനായി മെനുവിൽ ടു എക്സൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്ക്രീനിലേറ്റം താഴെയായിട്ട് എക്സൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇത് നമുക്ക് സേവ് ചെയ്യാം. ഈ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന് നമുക്ക് ഡി ഡ്രൈവിലേക്ക് സെപ്പറേറ്റ് സേവ് ചെയ്യാം. അതിനായിട്ട് ഈ മോർ ഓപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ബ്രൗസ് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡി ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ മെയ് എന്നുള്ള കൊടുക്കുന്നു. മെയ് 25 എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനകത്ത് നമുക്ക് ഫയലിനെ കൊടുക്കാം. സെയിൽസ് B2B മെയ് 25 എന്നുള്ള നമുക്ക് പേര് കൊടുക്കാം. എന്നിട്ട് സേവിൽ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി ആ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി B2C എടുക്കാം. അതിനായിട്ട് സെയിം തന്നെ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ, ടാക്സ് റിപ്പോർട്ടിൽ സെയിൽ ടാക്സ് റിപ്പോർട്ട് സമ്മറി എടുക്കുക. അതിൽ ഓൾ മാറ്റിയിട്ട് B2C സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡേ സമ്മറി സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. B2Cയുടെ റിപ്പോർട്ട് ജനറേറ്റ് ആണ്. അതിന് ഓരോ ദിവസവും സ്റ്റാർട്ടിംഗ് ബിൽ നമ്പർ, എൻഡിങ് ബിൽ നമ്പർ, ദെൻ അതിൻ്റെ ഓരോത്തിൻ്റെയും ടാക്സ് സ്പ്ലിറ്റപ്പും അതിൽ കാണാൻ പറ്റും. ദെൻ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മെനുവിൽ ക്ലിക്ക് ചെയ്ത് എക്സലിലേക്ക് മാറ്റാം. എക്സലിലേക്ക് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഫയൽ നെയിം എന്നുള്ളത് നമ്മൾ മുന്നേ കാണിച്ച ഡി ഡ്രൈവിൽ തന്നെ മെയ് എന്നുള്ള ആ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ദെൻ അതിൽ സെയിൽസ് B2C മെയ് 25 എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാം. ഇനി ഇൻട്രസ്റ്റ് ബില്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് സെയിൽ എക്സ്പോർട്ട് ചെയ്യണം. അതിൽ ടൈപ്പ് എന്നുള്ളത് ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ദെൻ അവിടെ ഡേ സമ്മറി മാറ്റി ബിൽ സമ്മറി ആക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. റിപ്പോർട്ട് വന്നാൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നു. ദെൻ അതും നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് പർച്ചേസിൻ്റെ ലിസ്റ്റ് കൊടുക്കാം. അതിനായിട്ട് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ, ടാക്സ് റിപ്പോർട്ടിൽ പർച്ചേസ് ലിസ്റ്റ് ബിൽ വൈസ് എടുക്കുക. ദെൻ മന്ത് സെലക്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. അത് എക്സലിലേക്ക് മാറ്റുന്നു. ദെൻ ആ ഫയൽ നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ, ടാക്സ് റിപ്പോർട്ടിൽ GSTR 1 റിപ്പോർട്ടാണ്. ഇവിടെ മാസം സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. GSTR 1ൻ്റെ ഓഫ്ലൈൻ ടൂളിൽ അപ്ലോഡ് ചെയ്യാനുള്ള എക്സൽ ഷീറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അതിൽ എല്ലാ ഡാറ്റാസും ഒന്ന് വെരിഫൈ ചെയ്ത് വെക്കുക. HSN റിപ്പോർട്ട് ബാക്കിയുള്ള ചെയ്യാം. ഇനി സേവ് ചെയ്യാം. സെയിം പാത്തിൽ തന്നെ നമ്മൾ സേവ് ചെയ്യാണ്. ഇത്രയും റിപ്പോർട്ടുകളാണ് നോർമലി നമ്മൾ മന്തിൻ്റെ നമ്മുടെ അക്കൗണ്ടൻറ്റിന് അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷൻസൊക്കെ കൊടുക്കേണ്ടത് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഈ ഫയൽസ് എല്ലാം നിങ്ങൾ മെയിൽ അയച്ചു കൊടുക്കുക. ഇനി മെയിൽ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നോർമലി നമ്മൾ നമ്മുടെ മെയിൽ ID ഓപ്പൺ ചെയ്യുക. ദെൻ കമ്പോസ് ക്ലിക്ക് ചെയ്യുക. അവിടെ ടു അഡ്രസ്സിനകത്ത് നമ്മുടെ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷൻ്റെ മെയിൽ ID ടൈപ്പ് ചെയ്യുക. ദെൻ സബ്ജക്റ്റിനകത്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരും ഏത് മാസത്തെയാണോ നമ്മൾ കൊടുക്കുന്നത് ആ മാസവും വർഷവും സ്പെസിഫൈ ചെയ്യുക.
ദെൻ ഈ അറ്റാച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽസ് നമ്മൾ ഇപ്പോൾ ഡിയിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, ആ ഫയൽസ് നമ്മൾ കാണിച്ചു കൊടുക്കുക. എത്ര ഫയലുണ്ടോ ഡ്രാഗ് ചെയ്ത് ആ ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുക്കുമ്പോൾ അതിവിടെ ലിസ്റ്റ് ചെയ്യും, അതിപ്പോൾ ലോഡാവും. ഇനി സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ആ മെയിൽ സെൻഡ് ആയിട്ടുണ്ടാവും.